നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. നെല്ലായിയിൽ പെട്ടിക്കട കുത്തിത്തുറന്നയാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. കണ്ണൂർ പൂവച്ചാൽ പുഷേരി വീട്ടിൽ ഷിജുവാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച പുലർച്ചെ 4:15 സംഭവം. നെല്ലായി സ്വദേശി കൊട്ടുവളപ്പിൽ വീട്ടിൽ ശശീന്ദ്രൻ നടത്തിവരുന്ന കടയിലാണ് ഇയാൾ മോഷണശ്രമം നടത്തിയത്. ശശീന്ദ്രൻ പുലർച്ചെ കട തുറക്കാനായി കടയിലെത്തിയ സമയമാണ് പ്രതി കട കുത്തിത്തുറക്കുന്നതായി കണ്ടത്. തുടർന്ന് സമീപത്തുണ്ടായിരുന്ന പത്രവിതരണക്കാരായ ആളുകളെ വിളിച്ചുകൂട്ടി പ്രതിയെ തടഞ്ഞുവെച്ച് കൊടകര പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഷിജു കണ്ണൂർ, പേരാവൂർ, ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 മോഷണ കേസുകളിൽ പ്രതിയാണ്. കൊടകര പോലീസ് സ്റ്റേഷൻ SHO ജെർലിൻ വിസ്കറിയ, SI സുരേഷ്, ഗ്രേഡ് SI MJ ലിജോ, ഗ്രേഡ് SCPOമാരായ ലെനിൻ, സജീഷ് കുമാർ, CPO ശ്രീനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാനശല്യം രൂക്ഷമാകുന്നു. വരിവരിയായി റോഡ് മുറിച്ചു കടക്കുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രദേശവാസികളും യാത്രക്കാരും ആശങ്കയിലാണ്. ചൊവ്വാഴ്ച രാവിലെ 7-ന് പിള്ളത്തോട് പാലത്തിന് സമീപമാണ് സംഭവം. 36 തോട്ടത്തിൽ നിന്ന് പുതുക്കാട് തോട്ടത്തിലേക്ക് സഞ്ചരിച്ച കാട്ടാനക്കൂട്ടത്തിലാണ് കുട്ടിയാനയടക്കം 6ഓളം ആനകൾ ഉണ്ടായിരുന്നത്. റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ വാഹനയാത്രികരാണ് പകർത്തിയത്. ആനകൾ കടന്നു പോകുന്നത് കണ്ട് നിരവധി വാഹനങ്ങൾ സുരക്ഷിത അകലം പാലിച്ച് നിർത്തിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പ്രദേശത്തെ പ്രധാന യാത്രാമാർഗമായതിനാൽ ദിവസേന 100 കണക്കിന് വാഹനങ്ങളും തോട്ടം തൊഴിലാളികളും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലപ്പിള്ളി മേഖലയിലും സമീപ പ്രദേശങ്ങളിലുമായി കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു. ജനവാസ മേഖലയിലേക്ക് ആനകൾ കടക്കാതിരിക്കാൻ വനപാലകരും നാട്ടുകാരും പടക്കം പൊട്ടിച്ചും മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചും തിരിച്ചയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശല്യത്തിന് ശാശ്വത പരിഹാരമായിട്ടില്ല. കാട്ടാനകൾ തോട്ടങ്ങളിലേക്ക് നിരന്തരം എത്തുന്നത് തൊഴിലാളികളുടെ ജോലി പോലും ബാധിക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും ജോലിക്ക് പോകുന്നവർ വലിയ ഭീതിയോടെയാണ് യാത്ര ചെയ്യുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിനായി വനാതിർത്തി മേഖലകളിൽ കൂടുതൽ നിരീക്ഷണം ശക്തമാക്കുകയും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളും സ്ഥിരം പെട്രോളിംഗും ഏർപ്പെടുത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കാട്ടാനശല്യത്തിന് അടിയന്തരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി 2026 ടിക്കറ്റുകളുടെ ജില്ലാതല വിതരണോദ്ഘാടനവും പ്രകാശനവും രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. 30 കോടി രൂപയാണ് ഇത്തവണത്തെ ഒന്നാം സമ്മാനത്തുക. കളക്ട്രേറ്റിൽ നടന്ന പരിപാടിയിൽ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ അധ്യക്ഷയായി. ആദ്യ ടിക്കറ്റ് വിൽപ്പന ലോട്ടറി ഏജന്റ് AR ലക്ഷ്മണന് നൽകി മേയർ നിർവഹിച്ചു. വിശ്വസ്തം, സുതാര്യം, ജനകീയമെന്ന മുദ്രാവാക്യമുയർത്തുന്ന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഈ വർഷത്തെ ഓണം ബമ്പർ ടിക്കറ്റ് വില 500 രൂപയാണ്. 30 കോടി രൂപ സമ്മാനത്തുകയ്ക്കുള്ള ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് സെപ്റ്റംബർ 26-ന് ഉച്ചയ്ക്ക് 2-ന് നടത്തും. ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ സിനി P ഇലനിക്കൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ K ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ PM സ്മിത, ലോട്ടറി ഏജന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,220 രൂപയും പവന് 1,05,760 രൂപയും രേഖപ്പെടുത്തി. വെള്ളിക്കുളങ്ങര അഴകത്ത് കാവുങ്ങൽ ആൻഡു അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി പള്ളിയിൽ. കല്ലൂർ പച്ചളിപ്പുറം നടക്കലാൻ ലില്ലി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 3-ന് കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ. പരേതനായ കൊച്ചപ്പനാണ് ഭർത്താവ്. പോൾ, ജോയി, ബേബി എന്നിവർ മക്കളും മേഴ്സി, ജേക്കബ് എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പിള്ളി തെറ്റയിൽ കുഴിയാനി TM വർഗീസ് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 12-ന് പൂമല പീഡ് ഗാർഡൻ സെമിത്തേരിയിൽ. പൊന്നമ്മയാണ് ഭാര്യ. വീനസ് മകനും ജ്യോതിസ് മരുമകളുമാണ്.
മറ്റത്തൂർ ശ്രീകൃഷ്ണ സ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക നന്ദിക്കര തെക്കൂട്ട പരേതനായ രാമൻകുട്ടി മേനോൻ ഭാര്യ രുക്മാവതി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ. ശംഭു, പരേതനായ ജയദീപ് എന്നിവർ മക്കളും അശ്വതി മരുമകളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.